ഇപ്പോ കാര്യം എൻ്റെ കയ്യിലില്ലെങ്കിലും ആ സൈക്കിൾ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. എങ്കിലും അത് പോയല്ലോ എന്നുള്ള ഒരു പ്രയാസം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഈ ആളുകളുടെയൊക്കെ പ്രാർത്ഥനയാണ്. എൻ്റെ മെട്രോയിൽ സൈക്കിള് കൊണ്ടുപോകാവുന്ന ഒരു സ്കീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ടുള്ള നേരം. അപ്പോൾ ഞാൻ സൈക്കിളുമായിട്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് കാമശ്ശേരിക്ക് പോകണം. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ എൻ്റെ സൈക്കിൾ മെട്രോയിൽ കയറ്റാൻ പറ്റുമെന്ന് നോക്കിക്കളയാം. അതായത് ആ സൈക്കിൾ കയറ്റണുണ്ടല്ലോ, എൻ്റെ സൈക്കിൾ കയറ്റാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ പത്തടിപ്പാലത്ത് ചെന്ന് സൈക്കിളുമായി. പത്തടിപ്പാലത്ത് ചെന്നപ്പോൾ ആ മെട്രോയിലത്തെ സ്റ്റാഫ് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അവർ തന്നെ വന്ന് പിടിച്ച് സൈക്കിൾ കയറ്റി അതിൻ്റെ മേലെ കൊണ്ടുപോയി ലിഫ്റ്റിലൊക്കെ കയറ്റി പ്ലാറ്റ്ഫോമിൽ ഇറക്കി. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സൈക്കിളും പിടിച്ച് ഞാനവിടെ നിൽക്കുമ്പോൾ കൊച്ചു യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റാഫായിരുന്നു. ഇപ്പം ആളെ എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. പക്ഷെ അദ്ദേഹം ഈ സൈക്കിളുമായി ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കൗതുകം തോന്നി വന്ന് എന്നോട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, തുറന്ന് സംസാരിച്ചത് കാര്യങ്ങളെല്ലാം, സൈക്കിളിൻ്റെ കാര്യങ്ങളും കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞ് വണ്ടി വന്ന് കയറി പോയി ചെയ്ത് നേരെ നോർത്ത് കളമശ്ശേരി ചെന്ന് ഇറങ്ങി. പക്ഷെ ഈ കക്ഷി കളമശ്ശേരിയിൽ ഞാൻ ചെന്ന് ഇറങ്ങുമ്പോഴുള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനോരമയുടെ ഈ പറയുന്ന മോഹനനും സുഹൃത്തുക്കളും കൂടി TV ക്യാമറയൊക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം ഞാൻ ചെല്ലാൻ. സത്യത്തിൽ എനിക്കങ്ങോട്ട് അത്ഭുതം തോന്നിപ്പോയി. കാരണം എനിക്ക് മോഹനോട് വിളിച്ച് പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. മോഹനുമായിട്ട് എനിക്ക് അടുപ്പമുള്ള അത്രത്തോളം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തതല്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഗതിയാണ് നടന്നത്. ആ ഒരു അജ്ഞാതനായ ഒരു മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു. മോഹൻ അവിടെ വന്ന് ആ ഫോട്ടോ എടുത്ത്. അതിലുണ്ടായൊരു കാര്യം എന്നെക്കുറിച്ചല്ല, ഞാൻ 10 കൗൺസിലറായിരുന്ന ഒരാള് സൈക്കിൾ ചവിട്ടുന്നു എന്നുള്ളതല്ലായിരുന്നു. ആ സൈക്കിളിനെ കുറിച്ചുള്ള പ്രാധാന്യമാണ് മോഹനൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ പത്രത്തിൽ അന്ന് കൊടുത്തത്, എൻ്റെ 75ാമത്തെ വയസ്സിൽ. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുക. അപ്പൊ അന്ന് മുതൽ എൻ്റെ സൈക്കിള് ഒരു പ്രശസ്ത സൈക്കിളായി മാറി. ഇപ്പോ കാര്യം എൻ്റെ കയ്യിലില്ലെങ്കിലും ആ സൈക്കിൾ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. എങ്കിലും അത് പോയല്ലോ എന്നുള്ള ഒരു പ്രയാസം എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഈ ആളുകളുടെയൊക്കെ പ്രാർത്ഥനയാണ് എൻ്റെ പുറകിലുള്ളത് കൊണ്ട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഇതിനൊക്കെ രണ്ട് കാര്യത്തിലും അതിന് കാരണഭൂതനായത് നമ്മുടെ മോഹനൻ തന്നെയാണ്. അത് പ്രത്യേകം എടുത്ത് പറയാതെ പറ്റില്ല. രണ്ടാമത്തെ വാർത്ത അത് നമ്മുടെ ബോച്ചെ അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ആ വാർത്ത അതിൻ്റെ ശരിയായ സെന്റൻസുകളും കാര്യങ്ങളും ഒക്കെ ചേർത്ത് എൻ്റെ വേദനകളും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്.